ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഗെയിമായിരുന്നു. അനീഷിന്റെ ഭാഗത്താണ് 100% ശരിയെന്ന് ബിഗ് ബോസ് പോലും സമ്മതിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയോടെ അവിടെയുള്ള എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊരിഞ്ഞ അസൂയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സെലിബ്രിറ്റികളാണ്, നമ്മളൊക്കെ വലിയ വലിയ ടീമാണ്, നമ്മളൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്ത് വന്നതാണ്, ഞങ്ങൾ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ച് വന്നതാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ അവിടെ തച്ച് തകർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ടീം ജയിക്കരുത്. ബിഗ് ബോസിൻ്റെ ഷോ പൊളിഞ്ഞു പോയാലും കുഴപ്പമില്ല, അനീഷിൻ്റെ ടീം ജയിക്കാൻ പാടില്ല. അനീഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും അനുസരിക്കാൻ പാടില്ല. സ്വന്തം ടീം അംഗങ്ങൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ കാര്യം അനുസരിക്കുന്നില്ല. ആദിലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള പ്രശ്നം കൊണ്ട്, അതായത് അനീഷിനോടുള്ള പ്രശ്നം കൊണ്ട് ആകെ ഭ്രാന്തായിട്ട് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള പലർക്കും എന്ന് പറഞ്ഞാൽ അനീഷിനോടുള്ള അസൂയ മൂത്തിട്ട് ഭ്രാന്തായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കത്തേ ഇല്ല. അനീഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല. അനീഷിനെ മുതലാളിയാക്കാൻ പറ്റൂല. ഇതെല്ലാം ആദില നൂറമാറ് പറയുന്നത് എന്താ അറിയാ, അനീഷിനെ മുതലാളിയാക്കാൻ പറ്റൂല, നമുക്ക് വേറെ ആരെങ്കിലും മുതലാളിയാക്കാം. അതായത് അനീഷ് പറയുന്ന ഒന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ. എൻ്റെ അഭിപ്രായം, എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണം, ഇത് 60ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അനീഷിന് ട്രോഫി കൊടുത്തിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടി വരും. ആദ്യം തന്നെ ഈ ടാസ്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്ന ഒരു മൊണ്ണ, അവനൊന്നും അറിയില്ല. അവൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ചാക്കോട് കൂടിയിട്ട് ഇതങ്ങ് എടുത്തുകൊണ്ട് ഓടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തു അറിയാതെ ചാക്കോട് കൂടി എടുത്തിട്ട് ഇവര് തന്നെ വീതം വെച്ച് കൊടുക്കും. അതാ നിനക്ക് 2, നിനക്ക് 2, നിനക്ക് 2. ബിഗ് ബോസ് പറഞ്ഞ് ഞാൻ അതിശയപ്പെട്ടു, എന്തോന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊരു ടാസ്ക് ആണ്, ഇത് ഓരോരാൾ എടുക്കേണ്ട സാധനമാണ്, ഇത് വീതം വെച്ച് എടുക്കേണ്ടതല്ല. അപ്പൊ ഇവര് പറയാ ഞങ്ങൾക്ക് കുടിക്കണ്ടേ ബിഗ് ബോസ്, ഞങ്ങൾക്ക് കുടിക്കണ്ടേ. അപ്പൊ ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവര് നിറച്ചിട്ട് ഇവര് കുടിക്കുന്നത്, അതാണ് ഇവര് കുടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ വിൽക്കും. അതാണ് നമ്മുടെ ടാസ്ക്. അതാണ് അവിടെയുള്ള ബിഗ് ബോസിന്റെ ടീമുകൾക്ക്, നമ്മളെല്ലാം വിചാരിക്കുന്ന മത്സരാർത്ഥികൾക്ക് മനസ്സിലായത്. എൻ്റെ പൊന്നി ചെങ്ങാതിമാരെ, ഇതുപോലൊരു ഫെയിലായ ഒരു ഷോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും അസൂയയും കുശുമ്പുള്ള വർഗങ്ങൾ, സത്യം പറയാലോ, ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ നെവിനെയും ആദിലയെയും ഒക്കെ പിടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ കുറേ സമാധാനം കിട്ടുന്ന ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും ഗെയിം കളിക്കാൻ വിടുന്നില്ല ഇവർക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അസൂയ, കുശുമ്പ്, അതുപോലെ തന്നെ വൈരാഗ്യം, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇവർ ഒരു കാരണവശാലും ടീമുമായിട്ട് സഹകരിക്കൂല. ഇപ്പൊ ഇവർ ചെയ്യുന്ന കാര്യം എന്താ, തിന്നല് ഉറങ്ങല്, അത് മാത്രം ഞങ്ങൾക്ക് മതി എന്നുള്ള നിലപാടിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഒരാളും അവിടെ ഗെയിം കളിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ഗെയിം കൊളാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ തന്നെയാണ്. അതുപോലെ അനുമോൾ ഇന്ന് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ശരിയാണ്, അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തു. എന്താ വെച്ചാൽ ഗെയിം പക്ഷെ പൊട്ടിച്ചിട്ടാണ് കണ്ടന്റ് കൊടുത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനുമോൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവിടെ കുറച്ചൊക്കെ ഇതായത്. അതായത് അനുമോൾ ചെയ്തത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. അനുമോളെക്കാട്ടിയും തെണ്ടിത്തരം കാണിച്ചവന്മാരെ മറ്റു പലരും ഉണ്ട് അവിടെ, അവരെയാണ് നമ്മൾ പറയേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താണ്ഡവമായിരുന്നു പിന്നീട് അങ്ങോട്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ ഓടി ഒളിച്ചുപോയി അവിടുന്ന്. കാരണം ഇതുപോലൊരു അനീഷിനെ ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ല. അമ്മാതിരി തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. എല്ലാവന്മാരും പേടിച്ചിട്ട് ഓടിയിട്ട് പുല്ല് പോലും മുളക്കില്ല, അങ്ങനെയുള്ള ഇതിലാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ മാത്രമാണ് ഇത്രയും എന്താ പറഞ്ഞാൽ കേൾക്കാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത. പിന്നെ നെവിൻ എന്ന് പറയുന്നവനൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത്, അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് കുടിച്ചു തീർക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് എങ്ങനെയും കുടിച്ചു തീർക്കുക. ഈ ബന്നിന്റെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബന്ന് കടിച്ചു തിന്നുക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നുക. ഇവന്മാർ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ടാസ്ക് കളിക്കും. അതാണ് ഈ നെവിൻ എന്ന് പറയുന്നവൻ. അയ്യോ സത്യം പറയാലോ എൻ്റെ പൊന്ന് ബിഗ് ബോസേ, നിങ്ങൾ എങ്ങനെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഏലേനൊട്ടിട്ട് 2 പൊട്ടിച്ചു കൊടുത്തേനെയായിരുന്നു. അമ്മാതിരി കൂതറ സ്വഭാവങ്ങളാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവന്മാരുടെ ഈ പ്രശ്നം കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ ജനങ്ങൾ വെറുത്തു പോവുകയാണ്. അതായത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്ത് പണ്ടാരടങ്ങിയത് പോലെയാണ് എല്ലാവർക്കും അറിഞ്ഞ്. അമ്മാതിരി ഇതായിരുന്നു അറിഞ്ഞ്. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു ഗെയിം, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു കാണാൻ കൊള്ളണ്ടേ ഒരു ഗെയിം. ഇതെല്ലാം ഈ ഗെയിം കൊടുത്തത് തന്നെ അവന്മാർക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും അനീഷിനെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് പരമാവധി അനീഷ് പിടിച്ചു നിന്നിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞ ഇവന്മാരുടെ ഈ പ്രശ്നം കൊണ്ട് അനീഷ് അവിടുന്ന് പൊട്ടി തെറിച്ചത് ഏതായാലും അടിപൊളിയായി. പ്രേക്ഷകർ മുഴുവൻ അനീഷിന്റെ കൂടിയാണ്.
അല്ലാതെ ഒരുത്തൻ്റെ കൂടിയല്ല. അനീഷിന്റെ കൂടെ തന്നെയാണ് പ്രേക്ഷകരെ മുഴുവൻ. ഇവിടെ കിടന്നിട്ട് അനീഷിനോട് അസൂയാണ് ഇവന്മാർക്ക്. അനീഷ് ആരടാ? അനീഷ് ഒരു കോമണറാണ്. അനീഷ് ഞങ്ങളുടെ കൂട്ടത്ത് കൂട്ടാൻ കൊള്ളത്തില്ല എന്നാ എല്ലാത്തിലും പക്ഷെ അനീഷ് വന്ന്. അനീഷിനോട് ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് പ്രശ്നം ആദിലൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അനീഷിന്റെ കൂടെ എത്താൻ കഴിയുന്നില്ല, അനീഷിന്റെ കൂടെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അനീഷിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ബോധമുണ്ട്, അതൊന്നും തനിക്കില്ല എന്നുള്ളൊരു അസൂയ നല്ല രീതിയിൽ ആദിലൊക്കെ ഉണ്ട് എന്നുള്ള. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ കളിക്കുന്ന കളിയുണ്ടല്ലോ അവിടെ വളരെ ബോറ് എന്ന് പറഞ്ഞാൽ വളരെ ബോറാന്ന്. ഇന്നത്തെ ടാസ്ക് മൊത്തം കൊളാക്കാൻ കാരണം തന്നെ ഇവറ്റകൾ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ആദില തന്നെയാണ് മെയിൻ. അതുകൊണ്ട് ഈ ആദിലേനെയും അതുപോലെ നെവിനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞിനി. എന്നിട്ട് വേറെ ഏതെങ്കിലും ടീമിനെ കയറ്റി ഉള്ളിലേക്ക്. എന്നാൽ പിന്നെയും കുറച്ചൊക്കെ നന്നാവുന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ തന്നെ ജനങ്ങളിപ്പോൾ വെറുത്തു ഓൾറെഡി. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകമായിരുന്നു. അതായത് ആര്യനൊക്കെ എന്താ കളിക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ കളിക്കുന്നതിൽ? അതായത് ഇങ്ങനെ വന്നിട്ട് എന്തോ ചെയ്യുന്നു അങ്ങ് പോകുന്നു. അതാ മറ്റേ എന്നാ പറഞ്ഞിട്ട് ടാസ്കിന്റെ കാര്യത്തിൽ വെറും പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ മുഴുവൻ പരാജയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരെണ്ണത്തിന് പോലും വോട്ട് കൊടുക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വെറുതെയെങ്കിലും വോട്ട് കൊടുക്കാൻ പാടില്ല. അതായത് ഒരെണ്ണത്തിന് പോലും കൊടുക്കണമെങ്കിൽ എല്ലാ വോട്ടും അനീഷിന് തന്നെ കൊടുത്താൽ അതാ നല്ലത്. അല്ലാതെ ഇങ്ങനെ കൂറത്തരം കളിക്കലുണ്ട് ആരെങ്കിലും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു അസൂയ, എന്തൊരു കുശുമ്പ്, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? അത്രമാത്രം ഭയങ്കരമായിട്ട്. ഏതായാലും അനീഷിൻ്റെ താണ്ഡവം നിർത്തോണ്ടല്ലോ, അടിപൊളിയായിന്. പേടിച്ചു പോയിന് എല്ലാവരും പേടിച്ചു പോയിന്. കാരണം അനീഷിനെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പോകുന്നത്. ഇവന്മാരുടെ വിചാരം എന്താ അറിയുക, ഈ അനീഷ് ഭയങ്കര നെഗറ്റീവാണ് വെളിയിൽ, അതുകൊണ്ട് അനീഷിന് വോട്ടൊന്നും കിട്ടത്തില്ല, അനീഷ് ഇങ്ങനെ വെറുതെ കളിക്കുന്നതാന്ന് ഇവന്മാരുടെ വിചാരം. കാരണം ഇവറ്റകളെക്കാട്ടിയും നല്ല ഇത് തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി ആരാണ് എന്താണ് എന്നൊക്കെ. ഇപ്പോഴാണ് ആ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം എനിക്ക് ബോധ്യപ്പെടുന്നത്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുപാടെണ്ണമുണ്ട് അവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. എന്താണെന്ന് അത്രമാത്രം പേഴ്സണലായിട്ട് എടുത്തിട്ട് ഈ വെറുപ്പും വൈരാഗ്യമൊക്കെ കൊണ്ട് ഈറ്റുകളിങ്ങനെ എന്താ പറയേണ്ടത്, തലയൊക്കെ ഇങ്ങനെ പ്രാന്തായിട്ട് ഇങ്ങനെ ഇതായിട്ട് നടന്ന് മൊത്തം വെറുപ്പാന്ന് നടന്നത്. വെറുപ്പിന്റെ കൂടാരം. അനീഷിനോടാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്നുള്ളതാണ്. എന്താ അനീഷ് ഇവരെ ചെയ്തിരിക്കുന്നത്? ഈ ആദില നൂറന്മാർ എന്താ അനീഷ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവരെ ഭയങ്കരമായിട്ട് അങ്ങേരോട് ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ദേഷ്യമൊന്നുമല്ല, ഒരു 1.5 ദേഷ്യം തന്നെയാണ്. അതാണ് മനസ്സിലാക്കുക. ബിഗ് ബോസ് മാത്രമായതുകൊണ്ട് അവരൊന്നും ചെയ്യാത്തത്. ഇല്ലെങ്കിലും തന്നെ വളഞ്ഞിട്ടിട്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെല്ലാം കൂടി അന്വേഷണം തല്ലിയനെ. അമ്മാതിരി ദേഷ്യമുണ്ട്. അത്രമാത്രം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന് ബിഗ് ബോസെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈറ്റങ്ങളെ പിരിച്ചുവിടുക. എന്നിട്ട് ചിലപ്പോൾ ഒന്നുകിൽ അടുത്ത ഷോ നടത്തുക, ഇല്ലെങ്കിൽ 60ാമത്തെ ദിവസം ഷോ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.